വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീനാസ് ക്രിയേഷൻസ്. ഇനി നമുക്ക് ബീഫ് ചോപ്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. സാധാരണ ബീഫ് കറി, ബീഫ് ഒലർത്ത്, ബീഫ് ഫ്രൈ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രത്യേക തരം ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഈ ചോപ്സിൽ നമ്മൾ ചേർക്കുന്നത് പ്രധാനമായിട്ടും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയുമാണ്. ബീഫ് ചോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി. കുരുമുളക് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട. പിന്നെ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. ഇത്രയൊക്കെ നമുക്കിത് വേവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ആ പൊടികളെല്ലാം എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, കൈകൊണ്ട് എടുത്ത് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വീഡിയോ ആയതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂണൊക്കെ കാണിക്കുകയാണ്. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സ്റ്റൗ കത്തിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു അടപ്പിട്ട് ഇതൊരു 6 വിസിൽ വരുന്നവരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓരോരുത്തർ മേടിക്കുന്ന ബീഫിൻ്റെ വേഗനുസരിച്ച് മാറ്റം വരും. അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ സവോള വേണം, 1 കുടം വെളുത്തുള്ളി വേണം, 3 പച്ചമുളക്, 3 ഉരുളക്കിഴങ്ങ് വേണം, വലിയൊരു കഷ്ണം ഇഞ്ചി വേണം. കറിവേപ്പില, മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് മതി, എന്നാലും ഞാൻ ഇത്രയും കാണിച്ചു എന്നേ ഉള്ളൂ. ബീഫ് നേരത്തെ പുഴുങ്ങാൻ വെച്ചപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. വെള്ളം അതിനകത്ത് ഒട്ടും ഒഴിക്കേണ്ട കാര്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. മല്ലിയില ചെറുതായി നുറുക്കിയിട്ടുണ്ട്. ഐസ് വാട്ടർ എടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വട്ടത്തിന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് അതുപോലെ, വെളുത്തുള്ളി 1 കുടം എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള നമ്മൾ അരിഞ്ഞിട്ട് അതിങ്ങനെ അടർത്തിയെടുക്കണം. ഇതുപോലെ ഓരോന്ന് അടർത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് അങ്ങനെ കിടക്കുന്നത് അതിലും നല്ലത് നമുക്ക്. 6 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബീഫ് വെന്ത് വന്നിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓരോരുത്തർ മേടിക്കുമ്പം അതിൻ്റെ പാകത്തിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അതിനകത്ത് വെന്ത് വന്നപ്പോഴത്തേക്കും ഉള്ള വെള്ളമാണ് അതിനകത്ത് കിടക്കുന്നത്. ആ വെള്ളം നമുക്ക് വേണം, ഇനി ആവശ്യമുണ്ട്. ഇത് നമ്മൾ കാണുന്നത് മീറ്റ് ടെൻഡറൈസറാണ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിത് ക്ലോസപ്പ് കാണിക്കുവാണ്. ഇത് നമ്മൾ ചോപ്സിന് വേണ്ടിയിട്ട് ബീഫ് സ്ലൈസ് ചെയ്ത ശേഷം അടിച്ച് സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത്. ഇത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി കുക്കറിൽ നിന്ന് എടുത്ത ബീഫ് തണുത്ത ശേഷം നമുക്കിതുപോലെ സ്ലൈസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബീഫും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത്, കുക്കറിൻ്റെ അകത്ത് കുറച്ച് അതിൻ്റെ ജ്യൂസ് കാണും, അതിൻ്റെ അകത്തോട്ട് ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അന്നേരമാണ് ഈ കളർ നമുക്ക് കിട്ടുന്നത്. ഇനി ബീഫിൻ്റെ എല്ലാ പീസും എടുത്ത് ഇതുപോലെ ടെൻഡറൈസർ വെച്ച് 2 വശവും അടിച്ച് സോഫ്റ്റ് ആക്കണം. ഇതിപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. 2 വശവും എല്ലാം അങ്ങനെ ആക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് 2 കിച്ചണിലെയും ഡൈനിങ് റൂമിൻ്റെ ലൈറ്റിൻ്റെ കളറിലാണ് ഈ മാറ്റം വരുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിന് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരിയുന്നത് പോലെ അത്രയും കനം കുറച്ച് അരിയരുത്, കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഏകദേശം പാകമായി വരുന്നുണ്ട്. ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അത് മാറ്റിയെടുക്കാം. ഇനി ഈ പൊട്ടറ്റോ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അത്ര എണ്ണയുടെ ആവശ്യമില്ല, പകുതി എണ്ണ മതിയാവും. നമുക്കൊരു പ്ലേറ്റിലേക്ക് ആ വറുത്ത പൊട്ടറ്റോ മാറ്റി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത്ര കട്ടിക്ക് വേണം പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാനായിട്ട്.
ഇനി ആ ഫ്രൈയിങ് പാനിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സവോള ഇതുപോലെ നമ്മൾ അടർത്തി എടുക്കണം. ഇങ്ങനെ ഒറ്റ കട്ടയായിട്ട് കിടക്കാതെ ഇങ്ങനെ അടർത്തി ഇടുക. അതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ സവോള കട്ട് ചെയ്യുമ്പോഴും ഒത്തിരി അങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട. ഇച്ചിരി കട്ടിക്ക് കുറച്ച് കനത്തിന് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പം പോലെ ഒത്തിരി അങ്ങ് ബ്രൗൺ ആകാൻ നിൽക്കണ്ട. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി ചേർത്തു, പച്ചമുളക് ചേർത്തു, വെളുത്തുള്ളി ചേർത്തു, കറിവേപ്പിലയും ചേർത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫ് കുക്കറിൽ കുക്കറിനകത്ത് പുഴുങ്ങുന്നത് അല്ലാതെയും ചെയ്യാം. ബീഫ് നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഓയിലിനകത്ത് വെച്ച് തിരിച്ചു മറിച്ചും അത് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ബീഫിൻ്റെ എല്ലാ കഷ്ണവും നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടും. മറ്റേത് നമുക്ക് എവിടെയൊക്കെ അത് വേഗാതെയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ ആ തിരിച്ചു മറിച്ചോ അങ്ങനെ ഇട്ടൊക്കെ എടുക്കുമ്പോൾ. ഇതാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും ഇതെല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട്. അതൊക്കെ പച്ചമണമൊക്കെ മാറി ഉള്ളിക്കൊരു സവോളയുടെ ഒരു നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, എന്നാലും ഇനി ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തൽ വരുമെന്ന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള കറികൾ എൻ്റെ അകത്ത് ചേർക്കുന്നേക്കാളും കൂടുതൽ നമ്മൾ മഞ്ഞൾ ചേർക്കും. മഞ്ഞളുടെ കുത്തലൊക്കെ ആ പച്ചമണമൊക്കെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് മാറിയ ശേഷം ടെൻഡറൈസർ വെച്ച് അടിച്ച് സോഫ്റ്റാക്കിയ ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുക്കണം. ഈ ബീഫ് ചോപ്സ് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ജ്യൂസി ആയിട്ടും എടുക്കാം, അല്ലാതെ നല്ല ഡ്രൈ ആയിട്ടും എടുക്കാം. അതിന് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ, ബാക്കി ഉണ്ടാവില്ല, അത് നമുക്ക് ചേർത്ത് കുറച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് മാറ്റം വരുത്താം. ഇനി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനിയും എല്ലാം കൂടി ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയ്ക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പരന്ന ഫ്രൈയിങ് പാൻ എടുത്തത്. കുറച്ചും കൂടി കുഴിവുള്ള വലിയ പാത്രം നമുക്ക് എടുക്കാം. നമ്മളിത് തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ വലിയ പാത്രം എടുത്താൽ നല്ലതാണ്. ഇത് ഈ പരന്ന പാൻ എടുത്തത് എനിക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. ഇനിയുള്ളത് വലിയ പാനാണ്. അതിന് കുഴിവുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ക്ലോസപ്പ് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഈ പരന്ന പാൻ ഞാൻ എടുത്തത്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് കുക്കറിൻ്റെ അകത്ത് ബാക്കിയുള്ള ആ ജ്യൂസ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ആ ബീഫ് വെന്തതിൻ്റെ ആ ജ്യൂസ് നമ്മളിതിൻ്റെ അകത്ത് ചേർക്കുമ്പോൾ ഈ ബീഫെല്ലാം നല്ല സോഫ്റ്റായിട്ട് പൊട്ടറ്റോയിലും എല്ലാം ഈ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാം കൂടി സൂപ്പർ ടേസ്റ്റ് ആവും. ഈ ചോപ്സ് നമുക്ക് ബ്രെഡിനാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നാലും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. ബീഫ് ഇഷ്ടമുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ ബീഫ് ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.